പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കാൻ നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലില്ലെന്ന റിപ്പോർട്ട്. പഴയ പെൻഷൻ പദ്ധതി പൂർണ്ണമായും സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് ഖജനാവിന് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. എങ്കിലും പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് അതത് സംസ്ഥാനങ്ങളുടെ നയപരമായ തീരുമാനമാണ്. പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കാൻ നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ യാതൊരു നിർദ്ദേശവുമില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പഴയ പെൻഷൻ പദ്ധതി പൂർണ്ണമായും സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് ഖജനാവിൽ വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് മടങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും NPS-ൽ നിക്ഷേപിച്ച ജീവനക്കാരുടെ വിഹിതം സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകാൻ നിയമപ്രകാരം വ്യവസ്ഥയില്ലെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത്. എങ്കിലും പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് അതത് സംസ്ഥാനങ്ങളുടെ നയപരമായ തീരുമാനമായിരിക്കും. വിരമിക്കുമ്പോൾ ലഭിച്ചിരുന്ന അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക ഉറപ്പായ പ്രതിമാസ പെൻഷനായി പഴയ പെൻഷൻ പദ്ധതിയിലൂടെ ലഭിച്ചിരുന്നു. ഇതിനായി ജീവനക്കാർ ശമ്പളത്തിൽ നിന്ന് തുക മാറ്റിവെക്കേണ്ടിയിരുന്നില്ല. മുഴുവൻ ബാധ്യതയും സർക്കാരിൻ്റെതായിരുന്നു. DA വർധനവിനനുസരിച്ച് പെൻഷൻ തുകയും വർദ്ധിച്ചിരുന്നു. സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്നതുകൊണ്ട് തന്നെ പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കാൻ നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലില്ലെന്നാണ് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയിൽ അറിയിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.